ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടു. ഇനി എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ നോക്കാം. There are various types of preference shares according to the clause contained in the agreement at the time of issue. Some important kinds are listed below. ഏതൊക്കെയാണ് important type of preference shares? First one, cumulative preference shares. എന്താണ് cumulative preference share? Shares having right of dividend even in those years in which it makes no profit are known as cumulative preference shares. In case the companies do not declare dividend for a particular year. അതായത് ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലാതെ വരിക, ഒരു വർഷം പ്രോഫിറ്റ് ഇല്ലാതെ വരിക, എന്തെങ്കിലും റീസൺസ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ കമ്പനി വരുവാണെങ്കിൽ കമ്പനിക്ക് ഡിവിഡൻഡ് ആ ഒരു പർട്ടിക്കുലർ ഇയർ തന്നെ ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ആ ഡിവിഡൻഡിന് നെക്സ്റ്റ് ഇയറിൽ അരിയേഴ്സ് ആയിട്ട് നെക്സ്റ്റ് ഇയറിൽ അതിന് അരിയേഴ്സ് ഉൾപ്പെടെ ഡിവിഡൻഡ് പേ ചെയ്യും. വെൻ ദ അരിയേഴ്സ് പെർട്ടൈനിങ് ടു ഡിവിഡൻഡ് ആർ ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ. അപ്പോൾ അങ്ങനെ പല വർഷത്തെയും ഇപ്പോൾ ഒരു വർഷം പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, ആ കമ്പനിക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, നമ്മൾ പറഞ്ഞു ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ആ എത്രയാണോ ഡിവിഡൻഡായിട്ട് ആ വർഷം കൊടുക്കേണ്ടതായിരുന്നത് അത് പ്ലസ് നെക്സ്റ്റ് ഇയറിലത്തെയും കൂടെ ആഡ് ചെയ്ത് ക്യുമുലേറ്റഡ് ആയിട്ട് അത് അരിയർ ഫോമിൽ ഇഷ്യൂ ചെയ്യും. When the arrears pertaining to dividend are cumulative in nature and such arrears are cleared before any dividend payment to equity shareholder, then it is said to be as cumulative preference share. നമ്മൾ ഇതിനു മുൻപ് പ്രിഫറൻസ് ഷെയറിൻ്റെയും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെയും ഒരു കമ്പാരിസണിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കണ്ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാളും പ്രിഫറൻസ് ഡിവിഡൻഡ് പേയ്മെൻറ്റ് നടത്തുന്നതിൽ, ഡിവിഡൻഡ് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേക്കാൾ പ്രിഫറൻസ് ആർക്കാണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഇതുപോലെ ഡിവിഡൻഡ് ക്യുമുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതിന് നെക്സ്റ്റ് ഇയറിലേക്ക് അരിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി അതിലില്ല. അതേസമയം ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ നമുക്കൊരു വർഷം ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ആ ഡിവിഡൻറ്റും കൂടെ അരിയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അതും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ഇയറിൽ ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഡിവിഡൻറ്റിനെയാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഡിവിഡൻറ്റ് പേയ്മെൻറ്റ് സിസ്റ്റമാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ് വൺ, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. A non-cumulative preference share does not accumulate any dividend. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എന്നുള്ള പേരിൽ തന്നെയുണ്ട്, നേരത്തെ ഇതുപോലെ ഡിവിഡൻഡ് അക്യുമുലേറ്റ് ചെയ്യില്ല. അപ്പോൾ ഒരു വർഷം ലോസ് ആണെങ്കിൽ ആ ഡിവിഡൻഡ് ഇല്ലാതെയാവുകയാണ്, ആ ഡിവിഡൻഡ് ഇല്ല, ലോസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഇയറിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് ഉണ്ട്, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഡിവിഡൻഡ് ഇല്ല. ഓക്കെ, അക്യുമുലേറ്റ് ചെയ്ത് പോവില്ല, അരിയേഴ്സ് ആയിട്ട് മാറുന്നില്ല. ദാറ്റ് ഈസ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. In case the dividend by the company is not paid, then they have the right to avail dividend from the profit earned from the particular year. Dividends are paid only from the net profit of each year. അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് ഓരോ വർഷത്തെയും നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഡിവിഡൻഡിന്റെ പേയ്മെന്റ്. In case there is no profit accumulated for a particular year, then the arrears of dividend cannot be claimed in subsequent years. അപ്പം അങ്ങനെ ഒരു പ്രോഫിറ്റ് ഇല്ലെങ്കിൽ, ഡിവിഡൻഡ് ഇല്ലെങ്കിൽ അവർക്ക് അരിയേഴ്സ് ആയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഷെയർസ് ആണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഡസ് നോട്ട് അക്യുമുലേറ്റ് എനി ഡിവിഡൻഡ്. ഓക്കെ, ഒരു ഡിവിഡൻഡും അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നില്ല. ഓക്കെ, ക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നില്ല. ദാറ്റ് ഈസ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. എന്താണ് പാർട്ടിസിപ്പേറ്റിംഗ്? ദീസ് ഷെയർസ് have the right to participate in surplus profit of the company during liquidation after company had paid to other shareholders. The preferential shareholders receive stipulated rate of dividend and also participate in additional earnings of the company along with equity shareholders. എന്താണ് participating preference share? ഇതിൽ shares have the right to participate in surplus profit of the company during liquidation after company had paid to other shareholders. The preferential shareholders receive stipulated rate of dividend
and also participate in additional earnings of the company along with equity shareholders. അപ്പോൾ ഈ ഒരു പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ്, അവർ ഏതിലും കൂടെ ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന ഷെയർ എടുക്കുന്നവർ എന്ത് ചെയ്യും? ദേ ഓൾസോ പാർട്ടിസിപ്പേറ്റ് ഇൻ അഡീഷണൽ ഏർണിങ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഡീഷണൽ ഏർണിങ്സിലും കൂടെ അവർ പാർട്ടായിട്ട് മാറും. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോടൊപ്പം തന്നെ ഒരു കമ്പനിയുടെ തന്നെ പാർട്ടായിട്ട് മാറുന്ന type of shares ആണ് participating preference shares. Next one, non-participating preference shares. Preference shares having no right to participate in the surplus profit or in any surplus on liquidation of the company are referred to as an non-participating preference shares. Here, preference shareholders receive only stated dividend and nothing more. ഇതിൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നോ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സർപ്ലസ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഉള്ള പവർ ഇല്ല. നേരത്തെ കേസിൽ നമ്മൾ പറഞ്ഞു പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് സർപ്ലസ് ഉണ്ടെങ്കിൽ, കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ എടുക്കാം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ പോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇവിടെ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. അതായത് കമ്പനിക്ക് സർപ്ലസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പാർട്ട് ആവാനായിട്ട് ഇവർക്ക് പ്രിഫറൻസ് ഷെയറുകൾ എടുക്കാൻ പറ്റാത്തതാണ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ്. ഓക്കെ, they are referred to as non-participating preference share. Hence preference shareholders, ഇവിടെ preference shareholdersന് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ഫിക്സ്ഡ് ആയിട്ട് കിട്ടുന്ന ഡിവിഡൻഡ് ഉണ്ട്, ആ ഡിവിഡൻഡ് മാത്രം അവർക്ക് റിസീവ് ചെയ്യാം. അതിൽ കൂടുതലായിട്ട് വേറെ ഒന്നിലും അവർക്ക് പാർട്ട് ആവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ്. നെക്സ്റ്റ് വൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. കൺവേർട്ടബിൾ ആണ്. ദി ഷെയർസ് ആർ ദോസ് വിച്ച് ആർ കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓൺ ദ എക്സ്പയറി ഓഫ് ഇറ്റ് സ്റ്റേറ്റഡ് പീരീഡ്. ഇതിൽ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയറുകളാണെങ്കിൽ അതിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയാം. നമ്മൾ പറഞ്ഞു പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ അതിനെ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയും. ദ ഷെയർ ഹോൾഡേഴ്സ് ഹാവ് എ റൈറ്റ് ടു കൺവേർട്ട് ദെയർ ഷെയർ ഇൻ ടു ഇക്വിറ്റി ഷെയർ വിതിൻ എ സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ തന്നെ ഈ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ അവരുടെ ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിയാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ. നെക്സ്റ്റ് വൺ, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. These shares that cannot be converted into equity are referred to as non-convertible preference shares. അതായത് ഈ ഒരു ഇതിൽ നമുക്ക് പ്രിഫറൻസ് ഷെയർസിന് ഒരിക്കലും ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പ്രിഫറൻസ് ഷെയറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. Next one, redeemable preference shares. Redeemable preference shares are referred to as shares that can be redeemed or repaid. Redeemed എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ repaid after the fixed period as issued by the company or even before that. അതായത് കമ്പനി ഇഷ്യൂ ചെയ്ത ഒരു പീരീഡ് ആണെങ്കിൽ ആ ഒരു ഫിക്സഡ് പീരീഡിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ റീപേയ്മെന്റ് നടത്താനായിട്ട് പറ്റുന്ന പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ദാറ്റ് ഈസ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഇനി നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. Non-redeemable preference shares are referred to as shares that cannot be redeemed, that cannot be repaid during the lifetime of the company. ആ കമ്പനി എത്ര കാലം നിലനിന്നാലും ആ അത്രയും കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റീപേയ്മെന്റ് നടത്താനായിട്ട് സാധിക്കില്ല. ഓക്കെ, ആ ഷെയർ അവർ പർച്ചേസ് ചെയ്തു, അവരുടെ പണം, അവരുടെ കയ്യിലുള്ള പണമാണ് ആരിലേക്ക് കൊടുത്തിരിക്കുന്നത്? കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. തിരിച്ച് ആ ഷെയർ ആര് തിരിച്ചെടുക്കില്ല? ഈ കമ്പനി തിരിച്ചെടുക്കില്ലെങ്കിൽ നമ്മളതിനെ നോൺ റെഡീമബിൾ എന്ന് പറയും. റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീപേയ്മെന്റ് നടത്താം. ഒരു ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ അത് റീപേയ്മെന്റ് നടത്തി അവർക്ക് അതിൻ്റെ പണം എത്രയാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തത് ആ പണം തിരിച്ചെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് മുൻപായിട്ട് തിരിച്ചെടുക്കാം. ദാറ്റ് ഈസ് റെഡീമബിൾ, റീപേ ചെയ്യാനായിട്ട് സാധിക്കും. നോൺ റെഡീമബിൾ എന്ന് പറയുമ്പോൾ shares are referred to as share that cannot be repaid or cannot be redeemed during the lifetime of the company. കമ്പനിയുടെ ലൈഫ് ടൈമിൽ വെച്ച് ആ ലൈഫ് ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ അത് റെഡീം ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, റീപേ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ദാറ്റ് ഈസ് നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടൈപ്സ് ആണ് നമ്മൾ കണ്ടത്, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ അതിൽ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഫസ്റ്റ് പോയിന്റായിട്ട് നമ്മൾ കണ്ടത് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ്. സെക്കൻഡ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, ദെൻ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, നെക്സ്റ്റ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ, റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ, നോൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.